Hello friends, ഞാൻ അർജുൻ. Welcome to my channel. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അമേരിക്കൻ മസിൽ കാർസ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ജിമ്മിൽ വെച്ചാണ്. ജിമ്മിൻ്റെ പേര് മസിൽ മാൻഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് നോക്കിയാലോ. ബാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ 4 മസ്റ്റാങ്കാണ് എടുക്കാൻ പോകുന്നത്. 4 മസ്റ്റാങ്ക്. അപ്പം നമ്മുടെ ഈ ബ്രൗൺ ആൻഡ് ബ്ലൂ ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഷെൽബി എഡീഷൻസുമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് വെക്കണം. ഇച്ചിരി ടാസ്ക് ഉള്ളതാണ്, കാരണം ഇവിടെ ഇത്രയും എണ്ണം നിരന്നിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം. ഇതൊരു 1:18 സ്കെയിലാണ്. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് GT സ്പിരിറ്റിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ജർമ്മനിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്, ഈ വണ്ടികളെല്ലാം. അപ്പോൾ ഇഷ്ടം പോലെ മോഡൽസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒരിക്കൽ റിവീൽ ചെയ്യും. എല്ലാ വണ്ടികളും ഓരോ വീഡിയോ ആയിട്ടാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതും പല ലൊക്കേഷനിൽ വെച്ച്. അപ്പം എൻ്റെ ഫേവറേറ്റ് വണ്ടി പോർഷയാണ്. ഞാനിപ്പോൾ പോർഷയ്ക്ക് വേണ്ടി തന്നെ ഒരു അടിപൊളി വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസ്റ്റാങ്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം GT സ്പിരിറ്റിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽ ഉള്ള വണ്ടിയാണ്. റെസിൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ സീൽഡ് മോഡലാണ്. അത് നമുക്ക് ലൈക്ക് ഡോർസ് ഓപ്പൺ ചെയ്യാനോ അങ്ങനെയൊന്നും പോസിബിൾ അല്ല ഈ വണ്ടി. ഇനി ഒരു ലാസ്റ്റ് നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ എടുക്കാൻ പോവാണ്. ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ജിമ്മിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഷെൽബി എഡീഷൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഞാനും എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടതാണ് ഈ വണ്ടി. പിന്നീട് പൊട്ടിച്ചിട്ടൊന്നുമില്ല, എല്ലാം എൻ്റെ ഷെൽഫിൽ തന്നെ ആയിരുന്നു. നമുക്കപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ നമ്മുടെ 4 മസ്റ്റാങ്കായിട്ട് നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും മസ്കുലർ ലുക്കായിട്ടുള്ള വണ്ടി ജിമ്മിലല്ല പിന്നെ വേറെ എവിടെയാണ് അൺബോക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിൽ തന്നെ എത്തിയത്. അപ്പം ഈ 4 വണ്ടിയും 4 പക്ക ലിമിറ്റഡ് എഡീഷനാണ്. ഓരോ വണ്ടിക്കും അതിൻ്റേതായ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി. ഈ ഒരു വണ്ടീനെ കുറിച്ച് പറഞ്ഞാൽ 1970 ഫോർഡ് മസ്റ്റാങ് കാൽവറി എഡീഷനാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസ്കുലർ ലുക്കായിട്ടുള്ള ഒരു കിറ്റാണ് ഈ വണ്ടിയിൽ കയറ്റിയേക്കുന്നത്. അപ്പം നമുക്ക് ഈ വണ്ടി ഒന്ന് കാണാം. അപ്പം ശരിക്കും എക്സൈറ്റഡ് ആയിട്ടായിരിക്കും പലരും ഈ വീഡിയോ കാണുന്നത്. അപ്പം എനിക്ക് ഒറ്റ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ എത്രമാത്രമാണ് എക്സൈറ്റഡ്, ആ ഒരു റിസൾട്ട് ഈ വണ്ടി തന്നെ ഉണ്ട്. കാരണം അതുപോലെ ഡീറ്റെയിൽ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പം ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ കണ്ണ് ചിമ്മാതെ ഈ വീഡിയോ കാണണം. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, അതായത് ലൈക്ക് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് ചെയ്തേക്കുന്നത്. GT സ്പിരിറ്റിൻ്റെ 1/18 സ്കെയിലാണ് ഈ ഒരു വണ്ടി. കണ്ടു നോക്കുക, നല്ല രസമില്ല. അതിൻ്റെ ഒരു സ്പോയിലേഴ്സ് വരെ പിന്നെ അതുപോലെ എക്സോസ്റ്റ് വരെ പക്ക ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിത് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പോയിലേഴ്സ് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റ്സ്, ബോണറ്റ്, കാർബൺ ഫൈബർ ഒരു ബോണറ്റ് വരെയാണ് ഇവർ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ നമ്മുടെ മസ്റ്റാങ് അൺബോക്സ് ചെയ്യാൻ പോകണം. ഒരു 10th ആനിവേഴ്സറി സ്പെഷ്യൽ RTR ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ.
അപ്പം ഇതിനകത്ത് ഫോട്ടോ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി ഏതാണ്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ക്വാളിറ്റി കൺട്രോൾ കാർഡുണ്ട്. അതായത് എനിക്കൊന്ന് സർവീസ് കാർഡാണെന്ന് തോന്നുന്നു. GT സ്പിരിറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ ഇതൊരു സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ്. ഇതാണ് വണ്ടി, ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ. നാനോ ഗ്രേ ആണെന്ന് തോന്നുന്നു കളർ. നല്ല രസമുണ്ട്. ആ ഗ്രീൻ ആൻഡ് മസ്റ്റാങ്ങിന് RTR സീരീസാണിത്. ആ ഒരു മസ്കുലർ ലുക്കിലാണ് ആ കിറ്റ് ഫുള്ള് കയറ്റിയേക്കുന്ന വണ്ടിയിൽ. ഇത് ടയേഴ്സിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് സീൽഡാണ് ഇത് വണ്ടി മൊത്തത്തിൽ. ഇതിൻ്റെ ഡോസ് ആണെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം റെസിൻ മോഡലാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ലിമിറ്റഡ് എഡീഷനാണ്. നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് 82ാമത്തെ പീസാണിത്. നല്ല ഡീറ്റെയിലിംഗ് ആണ്. നിങ്ങളൊരു മസ്റ്റാങ് ഫാനാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വണ്ടി മിസ് ഔട്ട് ആവരുത്. എല്ലാം ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്, സ്പോയിലേഴ്സ് ഉൾപ്പെടെ. അങ്ങനെ നമ്മുടെ 2 മസ്റ്റാങ് നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി മൂന്നാമത്തത് നമ്മൾ ഷെൽബി എഡിഷൻ മസ്റ്റാങ്ങാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ 2 മസ്റ്റാങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മൂന്നാമത്തെ ഒന്ന് പൊട്ടിച്ചാലോ. അത് ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസ്റ്റാങ്ങിൻ്റെ. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല സേഫായിട്ടുള്ള പാക്കിംഗ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ കാർഡ് ഇതിനകത്തുണ്ട്. ഇത് GT സ്പിരിറ്റിൻ്റെ ബ്രാൻഡാണ് ഈ വണ്ടി. അടിപൊളി. സൂപ്പർ. നല്ല കിടിലൻ ഡീറ്റെയിലിംഗ് ആണ്. ഇതുണ്ടോ, നല്ല രസമുണ്ട്. ആ ഫിനിഷ് ഉണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ഫിനിഷ് കിട്ടാനുള്ള കാരണം നമ്മളത് സെറാമിക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും സെറാമിക് ചെയ്തിട്ടുണ്ട്. ഒരു ഷോറൂമിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പോലെ ഞങ്ങൾ ഈ സ്കെയിൽ മോഡൽസ് മേടിക്കുമ്പോൾ അപ്പം തന്നെ വണ്ടി സെറാമിക് ചെയ്യും. അപ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ആണ് വണ്ടിക്ക്. ഇതിൻ്റെ ഈ സ്പോയിലേഴ്സൊക്കെ കണ്ടോ, ഭയങ്കര രസമാണ്. പിന്നെ ഗ്രാഫിക്സ് വെച്ചിട്ടുണ്ട്, ഡ്രാഗൺ സ്നേക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ 3 മസ്റ്റാങ് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു കിടിലൻ വണ്ടിയാണ്. ക്യാൻഡി ബ്രൗൺ കളറാണ് വണ്ടിയുടെ. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്താലോ. അതായത് ഒരു ചെറിയ ക്ലൂ വരാം. ഇത് GT 340 ആണ് മസ്റ്റാങ്ങിൻ്റെ. അപ്പം അതുപോലെ തന്നെ പ്രയർ ഡിസൈനാണ് വണ്ടിയുടെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനെന്തായാലും പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ലേറ്റ് വന്നാൽ ലേറ്റസ്റ്റ് ആകാൻ വരുമെന്നൊക്കെ പറയുമല്ലേ, അതുപോലെയാണ് ഞാൻ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റിവീൽ ചെയ്താലോ. ഞാൻ കണ്ടു, ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ഇത് കണ്ട സാധനം ശരിക്കും എന്താ ഒരു മാഫിയ സ്പെക്ക് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് തുറന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്യുകയാണ്. ഈ ഒരു ഇത്ര അടിപൊളി ആംബിയൻസ് കിട്ടാനുള്ള കാരണം ഈ ഒരു ജിമ്മിൻ്റെ ലൈറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ ജിമ്മും അടിപൊളിയാണ്. ഞാൻ ഇവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആശാൻ പറഞ്ഞു, ഞാൻ ആശാനോട് ചോദിച്ചു, ആശാൻ ഇങ്ങനെ നമ്മളൊക്കെ ഒരു മസിൽ കാർ അൺബോക്സ് ചെയ്തിട്ട് ചോദിച്ചപ്പോഴത്തേക്കും ആശാൻ പറഞ്ഞു, എടാ ഫുൾ സപ്പോർട്ട് അടിച്ച് കയറി വാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്തു. എന്തായാലും ഇതൊരു അൺബോക്സിങ് സ്റ്റുഡിയോ ആക്കിയാലോ എന്നൊരു പ്ലാനുണ്ട്. കാരണം നല്ല ലൈറ്റാണ്. നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ കിട്ടിക്കാണും. കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്നത്. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. നമ്മുടെ വണ്ടി സ്ക്രൂ താഴെ പോയി. ഓ എന്തോ സാധനം, ഇതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ. ഓക്കെ,
അങ്ങനെ നമ്മുടെ ലൈറ്റ് ഇതിന് താഴെ വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇതിലോട്ട് വെക്കാം. അപ്പോൾ സ്പോർട്സ്മാൻ സ്പിറ്റിൽ തന്നെ നമുക്കത് എടുക്കാം. നോക്കട്ടെ വെക്കാൻ പറ്റുമെന്ന്. ഭാഗ്യം, ഒരു കുഴപ്പവും പറ്റിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. അടിച്ച് കയറി വാടാ മോനെ, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇതിൻ്റെ ക്രോം ഫിനിഷ് ആയിട്ടുള്ള വൈപ്പർ ബ്ലേഡ്സും ഇതെല്ലാം ഭയങ്കര രസമാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ. അലൂസൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സ്പോയിലേഴ്സ്, പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ, പെയിൻറ്റ് ജോബ് ഒരു രക്ഷയില്ലെന്ന്, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ പെയിൻറ്റ് ജോബ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഉണ്ട് കാണിച്ചാൽ ഒരു മാഫിയ കാർ. എനിക്ക് ഈ ഒരു 3 വണ്ടികളിലും മീൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മാഫിയ സ്പെക്ക് വണ്ടി പോലെ ഉണ്ട്. ഏകദേശം ഈ 2 വണ്ടിയും ലുക്കിൽ ഏകദേശം സെയിമാണ്, പക്ഷേ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീലുണ്ട് രണ്ടിനും. അങ്ങനെ ഫൈനലി നമ്മുടെ 4 മസ്റ്റാങ്ക് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മസ്റ്റാങ്ക് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും അത് കണ്ടുപിടിച്ചിട്ട് റിവ്യൂ ചെയ്യും. അപ്പം സീ യു സൂൺ.